സമുദായത്തിലെ ഒരുപാട് പെങ്ങന്മാരെ നരകത്തിൽ ഞാൻ കണ്ടു ഫാത്തിമ. അവരുടെ വിശേഷങ്ങൾ പറയാൻ സമയമില്ല. അവരുടെ നൊമ്പരങ്ങളും ആർത്തനാദങ്ങളും അവർ അലമുറയിട്ടുകൊണ്ട് അവിടെ കടന്ന് പടയുന്ന പല നിലക്കുള്ള വേദനാജനകമായ നാരകീയ ശിക്ഷകളെ കുറിച്ച് പറയാനുള്ള സമയം പോരാ. തങ്ങളെ അതിൽ പ്രധാനപ്പെട്ടൊന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അവരുടെ മാറിടം മറയ്ക്കാൻ മടി കാണിച്ചിട്ടുള്ള, അവരുടെ വയറ് മറയ്ക്കാൻ മടി കാണിച്ചിട്ടുള്ള, അവരുടെ പൂർണ്ണമായി നഗ്ന മറയ്ക്കാൻ മടി കാണിച്ചിട്ടുള്ള, തലമറക്കാൻ മടി കാണിച്ചിട്ടുള്ള, കൈമറക്കാൻ മടി കാണിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറത്തി അങ്ങാടിയിലൂടെ കല്യാണപ്പുരയിലൂടെ ആഭാസങ്ങൾ കാണിച്ച് അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ലിപ്സ്റ്റിക്കും സ്കൂട്ടസും ഇട്ട് അതുപോലെ ക്രീമുകളും ഇട്ട് ചുണ്ടിൽ പലതും തേച്ചു പിടിപ്പിച്ച് ആടിയും കുലങ്ങും ചിരിച്ചും മതിമറന്ന് മദാലസയായി പോകുന്ന പെണ്ണ് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാ, ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദു റിഹഹാ ഫഇന്ന റിഹഹാ ലൻ തുജദു മിൻ മസീറതി 500 ആം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചോ പെങ്ങന്മാരെ, സ്വർഗത്തിൽ പോവില്ല എന്നല്ല, സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തിന്റെ അപ്പുറം അടിച്ചു വീശുന്ന സ്വർഗീയ പരിമളം പോലും നിന്നെ നാസാരന്ത്രങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന പെണ്ണായിട്ട് മാറും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്കിൻ ഫിറ്റ് വസ്ത്രം, ലെഗിൻസ് എന്ന് പറഞ്ഞാൽ മുമ്പ് അടിവസ്ത്രമായിരുന്നു. ലെഗിൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്ത്രത്തിന്റെ അടിയിലിടുന്ന വസ്ത്രമായിരുന്നു. ഇന്നോ ലെഗിൻസ് മുകൾ വസ്ത്രമായി, മുകളിലല്ല എല്ലായിടത്തും മാറ്റുകെട്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലെഗിൻസ് എന്ന് പറയുന്ന ഒരു വസ്ത്രം പരിഷ്കാരത്തിന്റെ ഭാഗമായി പെണ്ണുങ്ങൾ അത് ധരിക്കാൻ തുടങ്ങി. എന്നിട്ടോ ചുരിദാറിന്റെ കട്ടിങ് സുബ്ഹാനല്ലാഹ് അതങ്ങോട്ട് കട്ട് ചെയ്ത് ഇപ്പൊ കക്ഷം വരെയായി. ഒരു പീസ് മുമ്പിലും ഒരു പീസ് ബാക്കിലും, പിന്നെ ബാക്കിയുള്ളത് പറയാനുമില്ല. അല്ലാഹു തആല നമ്മുടെ പെങ്ങന്മാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകത്തെ പേടിച്ചു കൊള്ളണം പെങ്ങന്മാരെ, നരകത്തെ കുറിച്ച് ചിന്തിച്ചു കൊള്ളണം. ആർക്കെങ്കിലും വല്ല പേടിയുണ്ടോ? എത്ര നമ്മൾ കേട്ടു, എത്ര നമ്മൾ പറഞ്ഞു, എത്ര നമ്മൾ പാരായണം ചെയ്തു. അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് പേടിയുണ്ടോ? ഒരു മഹാനായ മനുഷ്യൻ നടന്നു വരികയാ, ഒരു ശൈഖ് നടന്നു വരികയാ, ഒരു മഹാനായ ശൈഖ് നടന്നു വരികയാ. നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കരയുകയാ, ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. മഹാനായ ആ ശൈഖ് ചോദിക്കുക, മാ യുബ്കീക യാ സബിയു, എന്തിനാ പൊന്നുമോനെ നീ കരയുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പ്രയാസപ്പെടുന്നത്? മാ യുബ്കീക യാ സബിയു, എന്തിനാ പൊന്നുമോനെ, ചെറിയ കുട്ടിയല്ലേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? പരിസരത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ കളിക്കൂട്ടുകാർ നിന്നെ കളിയിൽ കൂട്ടാക്കാത്തത് കൊണ്ടാണോ നീ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? ആ ശൈഖ് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാ, പരിസരത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ എന്നെ കളിക്ക് കൂട്ടാക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ഖറഅത്തുൽ ഖുർആൻ, ഞാൻ പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കലാമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഞാൻ പാരായണം ചെയ്തു. ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു. ഞാൻ അങ്ങനെ പാരായണം ചെയ്ത് ഹത്താ ജാഅത് ഹാദിഹിൽ ആയ, ഒരായത്തിന്റെ മുമ്പിലെത്തി, എന്റെ മുമ്പിൽ ഒരു ആയത്തെത്തി. ഞാൻ ഇങ്ങനെ പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്ത് മുന്നോട്ട് കടന്നു വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക്, ജീവിതത്തിൽ എപ്പോഴാ അവസാനമായി നീ ഖുർആൻ ഓതിയതിന്റെ സമയം പറയാൻ പറ്റുമോ? എപ്പോഴാ നീ അവസാനമായി ഖുർആനിന്റെ ഒരു താൾ പൂർണ്ണമായും പാരായണം ചെയ്തത്? നിന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ? അല്ലാഹുവിന്റെ കലാം 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ പരിശുദ്ധമായ ഖുർആൻ ഒരകാര ഇകാര വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ ലോകത്ത് മുഴുവനും വിജ്ഞാനത്തിന്റെയും അത്ഭുതത്തിന്റെയും പാരാവാരത്തിലേക്ക് അനുനിമിഷം കൈപിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ഖുർആനുമായി ആധുനിക ചെറുപ്പക്കാർക്ക് വല്ല ബന്ധമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കാൻ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖുർആനിന്റെ ഒരു താളൊന്ന് പാരായണം ചെയ്യാനുള്ള ആത്മാർത്ഥതയും ആത്മാഭിമാനവും ഏതെങ്കിലും ആത്മീയമായിട്ടുള്ള ചിന്താഗതിയും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്താൻ പറയുകയില്ല, ഒന്ന് വിലയിരുത്താനും സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാനും പറയുകയാ. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കുട്ടി പറയാ, ഞാൻ ഖുർആൻ ഓതി ശൈഖേ, ഞാൻ അങ്ങനെ ഖുർആൻ ഓതി ഹത്താ ജാഅത് ഹാദിഹിൽ ആയ, ആയത്തിന്റെ മുമ്പിലെത്തി. ആയത്ത് ഏതാണെന്നറിയുമോ? ഞാൻ ഏതൊരായത്തിന്റെ മുമ്പിലായെത്തിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ.